സുഹൃത്തുക്കളെ, എന്തൊക്കെയാ സുഖമല്ല? നമ്മൾ ജസ്റ്റ് ഒന്ന് ആംഗിൾ പാർക്കിങ്ങിന് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് റൈറ്റൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ബാക്കിലേക്ക് ഫുള്ള് തിരിഞ്ഞ് നോക്കുക. റോഡ് അത്യാവശ്യം കണ്ട് ടൈമിൽ എന്ത് ചെയ്യുക, ബാക്കി ഈ ലെഫ്റ്റ് സൈഡിലെ വണ്ടിയും കണ്ട് ഫുള്ള് കട്ട് ചെയ്യുക. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി താഴെ വണ്ടി കാണുമ്പോൾ എന്ത് ചെയ്യുക, ഡീലിടുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ തിരിച്ച് ഫുൾ ടേൺ. ഓക്കെ, സെൻറ്റർ വരെ ചെക്ക് ചെയ്തിട്ട് വണ്ടി മൂവ് ആക്കുക. ഹസാർഡ് ഇടുക, ചെറിയൊരു ബ്രേക്ക്, ആൾക്കാരുണ്ട്. നമ്മൾ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധക്കുറവുകളാണ് ഈ ആക്സിഡൻ്റൊക്കെ കാരണമാണത്. ഓക്കെ, ഇപ്പോൾ പരമാവധി വഴികളും കാര്യങ്ങളൊക്കെ നമ്മളൊരു വണ്ടി പുറത്തിറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥലത്ത് എന്ത് ചെയ്യരുത്, തിരിച്ച് റൈറ്റ് കയറരുത്. അത് ഇൻ്റർസെക്ഷനിൽ ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് എന്ത് ചെയ്യണമെങ്കിലും റോഡിൽ എക്സിറ്റ് പുറത്തിറങ്ങുന്ന ഭാഗത്തിന് മുന്നിൽ കൂടെ എന്ത് ചെയ്യും, ഒരാൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ഉള്ളിൽ കയറി കൊടുക്കരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ടല്ലോ ആക്സിഡൻ്റ് ആകുന്നത്. അത് അങ്ങനെ ഈ ചാർജിൽ നിന്ന് മെയിൻ റോഡ് കൂടെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഔട്ടർ ലൈനിന്ന് ഇൻസൈഡിൽ നിന്ന് പുറത്ത് വരുന്ന ആൾക്കാരെ മുന്നിൽ നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നമ്മളെ ഈ പോകുന്ന വഴികളിൽ ഒരു 40-45 റോഡിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിൽക്കുന്ന വണ്ടിയുടെ റിവേഴ്സ് ലൈറ്റ് കത്തുന്ന ഒരു വണ്ടിയുടെ അതോടെ ഇടുക, നിർത്തി കൊടുക്കുക. ഓക്കെ, അവർക്ക് നിർത്തി കൊടുത്താൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് എർത്തിക്ക് എത്തുമ്പോൾ സഡൻ ബ്രേക്ക് ചെയ്യരുത്. ആ വണ്ടിക്ക് നിർത്താനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട്, ആ വണ്ടിക്ക് റിവേഴ്സ് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, നമ്മൾ റൈറ്റ് പോകാണ്, ഇൻഡിക്കേറ്റർ ഇട്ട് പെഡസ്ട്രിയനിൽ ചെക്ക് ചെയ്യുക. ആളുണ്ടെങ്കിൽ നിർത്തി കൊടുക്കുക, ആളില്ലെങ്കിൽ മെല്ലെ മൂവ് ആവാം. ലെഫ്റ്റ് സൈഡിൽ സിഗ്നലിൽ വണ്ടിയുണ്ട്, തിരിഞ്ഞു നോക്കണം. ഈ തിരിഞ്ഞു നോക്കൽ എന്തായാലും മസ്റ്റാണ്. പിന്നെ നമ്മൾ എക്സെലറേറ്റർ കൊടുക്കാം. ഈ ഫ്രണ്ട് വണ്ടി ഫുള്ള് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൊടുത്ത് എക്സെലറേറ്റർ എടുത്ത് പോകാം. ഓക്കെ, മെയിനായിട്ട് ലൈനിലുള്ള നമ്മളെ റോഡ് മാർക്കിങ് നോക്കുക. അതേ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ വണ്ടി ഓടിക്കാൻ. പിന്നെ സൈൻ ബോർഡ്സ്, മറ്റേ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നോക്കി ഓടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ കത്തുന്ന ലൈറ്റ് ഒന്ന് പവറായിട്ട് കത്തും, ഡേഞ്ചർ ലൈറ്റ്. ബാക്കത്തെ ലൈറ്റ് പവറായിട്ട് കത്തും. അവർ ബ്രേക്ക് ചെയ്യാനില്ല. ബ്രേക്ക് ചെയ്യുമ്പോൾ പ്ലസ് അതിലെ സൈറൻ കണ്ടില്ല, യെല്ലോ കളർ സൈറനും കൂടി കത്തുന്നുണ്ട്. ഇത് ഹെവി വെഹിക്കിളിനൊക്കെ സൈറൻ ഉണ്ടാവും. നമ്മൾ സെൻട്രലിൽ പോകുമ്പോൾ ലൈൻ ഇല്ലാത്ത ഭാഗം, ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സെൻട്രലിൽ വര കണ്ടില്ലേ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് റൈറ്റ് കീപ്പ് ചെയ്ത് പോകുക, ലെഫ്റ്റ് സൈഡിൽ വര അല്ലെങ്കിൽ റൈറ്റ് കീപ്പ് ചെയ്ത് പോകുക. ഓക്കെ, ഇത് പരിശീലനം ചെക്ക് ചെയ്യുക, രണ്ട് സൈഡും ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ല, ഇവിടെ യൂട്ടൺ ഒറ്റ ട്രാക്കിലുള്ളൂ, ലെഫ്റ്റ് സൈഡ് മാത്രം. പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ. ഇതിന് മുകളിൽ കൂടെ ഒന്ന് വണ്ടി ഓടിക്കരുത്. ലെഫ്റ്റിലേക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി, മീൻസ് ലെഫ്റ്റ് സൈഡ് റോഡ്, നമ്മൾ കയറുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ ചെക്ക് ചെയ്യുക. എൻഡ് പോയി നിൽക്കരുത്. എൻഡ് നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് പാർക്കിംഗ് ആണെങ്കിൽ കുറച്ച് എൻഡ് വന്ന് നിൽക്കുക കേട്ടോ, എന്നാലേ നമുക്ക് റോഡ് കാണുള്ളൂ. നമ്മളൊരുപാട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ വീഡിയോകളാണ് ചെയ്യണത്. ഓക്കെ, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതിനുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന സമയം വൈകിയതാ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമൻറ്റിലൊക്കെ. നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട വണ്ടി പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി പോരുത്. നമ്മൾ മുന്നേ എക്സിൽ നിന്ന് കാലെടുക്കുക, ആ വണ്ടിക്കുള്ള വഴി മാക്സിമം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സാധാരണ ലൈൻ ചേഞ്ച് ഇങ്ങനത്തെ വണ്ടി സ്ലോ ആകണമെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടി എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വെക്കുക, സെൻറ്റർ മിറർ ലെഫ്റ്റ് മിറർ നോക്കുക. ബാക്കിൽ വണ്ടി ലെഫ്റ്റ് സൈഡ് ട്രാക്ക് കാലിയാണെങ്കിൽ നോക്കി നോക്കി കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ഈ കഴിഞ്ഞ വണ്ടിയുടെ പിന്നാലെ പിടിക്കുക. അതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് നല്ലോണം കീപ്പ് ചെയ്യുക. രണ്ട് വണ്ടിയുടെ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു മാക്സിമം സ്പീഡ് ഫോളോ ചെയ്യണമെങ്കിൽ ഇതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടണം. നമ്മൾ വണ്ടി എടുത്ത് വെച്ച് ഓടിക്കുമ്പോഴാണ് നമുക്ക് ഈ വണ്ടി മറ്റേ വണ്ടിക്ക് ബാക്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് വെക്കാതെ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ പോണത് 70-ലാണ്, 70 സ്പീഡാണ്. നമ്മളിപ്പോൾ ഫാസ്റ്റ് ട്രാക്കിലാണ്. ഓക്കെ, പിന്നെ അജ്മാൻ ഏരിയയിൽ മാക്സിമം സ്പീഡ് 80 ഉള്ളൂ. അതിന് മുകളിൽ കൂടെ റോഡില്ല. പിന്നെ നിങ്ങൾ ചാർജ് ഇറങ്ങുമ്പോഴാണ് 100 ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ ഹൈവേ ആണ്, അജ്മാൻ്റെ മെയിൻ ഏരിയത്തെ റോഡാണ്. മീൻസ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞിട്ട് ഹൈവേ എന്നുള്ളത്. ഇതൊരു 70 റോഡ്, ബാക്കി അജ്മാനിലുള്ള പിന്നെ റോഡുള്ളത് 80. ഓക്കെ, ഇത് അജ്മാൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇതാ മുകളിലെ ബോർഡ് കണ്ടില്ലേ,
മുഷരിഫ്, ദുബായ്, റാഷിദ, നുയമിയ. അപ്പോൾ നിങ്ങൾ റൈറ്റ് എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് എന്തായി? ഇതാണ് എക്സിറ്റ്. റൈറ്റ് എടുക്കുന്ന എക്സിറ്റ് അജ്മാൻ്റെ ഉള്ളിലേക്ക് കറങ്ങാനുള്ള ഭാഗം. ദുബായ് മുഷരിഫ് മെയിൻ സെൻറ്റർ പിടിച്ച് നമുക്ക് പോകാൻ പറ്റിയ ഒരു റോഡ്. ഇത് പുതിയ വന്ന ബ്രിഡ്ജാണ് ഇത് ഇവിടെ. ഓക്കെ, ഇത് ഡയറക്റ്റ് കയറി ഇറങ്ങുന്ന ഇതേ ട്രാക്കിൽ നേരെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റി സെൻറ്ററിൻ്റെ ഭാഗം പോയിട്ട്, അജ്മാൻ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗം പോയിട്ട് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഉമ്മുൽ കോയിന്, റാസിൽ കൈമ അങ്ങനെയും പോകാം. നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യണം, സെൻറ്റർ, റൈറ്റ്, ഷോൾഡർ. അപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഈ ബെൻഡ് വരുന്ന മുന്നൊക്കെ ലൈൻ ചേഞ്ച് ചെയ്യാതിരിക്കും. റോഡ് ഫുള്ള് വിസിബിൾ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലൈനുകൾ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഫുള്ള് വിസിബിളായി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, സെൻറ്റർ, റൈറ്റ്, ഷോൾഡർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വണ്ടി മെല്ലെ എക്സൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ആ വണ്ടീനെ എത്താത്ത രീതിയിൽ. ഓക്കെ, ഒരുപാട് ആൾക്കാർ മാപ്പ് വെച്ചിട്ട് വീഡിയോസും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഈ ഒറ്റ റോഡ് കണ്ടില്ലേ? ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ഇതേ റോഡ് പിടിക്കുകയാണെങ്കിൽ ഉമ്മുൽ കോയിൻ വരെ പോകാം. അവിടെ എൻ്റെ ഒരു റൈറ്റ് ഉണ്ടാവും. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ ലെഫ്റ്റ് എടുത്ത് ഉമ്മുൽ കോയിൻ റോഡാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് പിടിക്കുകയാണ്. റൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അതിലെഴുതിയിട്ടുണ്ടല്ലോ അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയ, അൽ ഹുമൈദിയ, ദുബായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡ് വാച്ച് ചെയ്താലും നിങ്ങൾക്ക് കുറച്ച് മുന്നായിട്ട് കറക്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിലും കിട്ടും. ഓക്കെ, നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്റർ, റൈറ്റ്, ഷോൾഡർ നോക്കി ഉള്ളിൽ വന്നു. തിരിച്ചുള്ളിൽ വന്നോട് സെൻറ്റർ വരെ നോക്കി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തോളൂ. അല്ലേ, ഈ മാർക്കിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുന്ന് കണ്ട ഒരു വണ്ടി പുറത്തിറങ്ങാൻ നിൽക്കേണ്ട, ഈ വണ്ടി കയറാൻ ശ്രമിക്കണമെങ്കിൽ മുന്നിലത്തെ വണ്ടി ബ്രേക്ക് ഔട്ടി. ഓക്കെ, ആ സ്ഥലത്താണ് കയറരുതെന്ന് പറയുന്നത്. ഓക്കെ, എന്താ ദുബായ്, ഈ ദുബായ് റോഡ് കയറണമെങ്കിൽ ഷാർജയും നിങ്ങൾക്ക് പിടിക്കാം. അപ്പോൾ ഈ അവിടുന്ന് വരുമ്പോൾ തന്നെ ഫിഷ് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ ദുബായ് ഷാർജ പോകണമെങ്കിൽ ഈ ട്രാക്ക് പിടിച്ചാൽ മതി. നമ്മൾ ഇതേ സെയിം ട്രാക്കിൽ എന്ത് ചെയ്യാം? റൈറ്റ് എടുക്കാതെ ഓക്കെ. ഇതിപ്പോൾ റൈറ്റ് ആണുള്ളത്, രണ്ട് ട്രാക്കോടെ റൈറ്റ് തിരിഞ്ഞ പാട്. പിന്നെ എക്സിറ്റും അജ്മാൻ ഇൻഡസ്ട്രിയൽ പോകുന്ന റോഡാണ്. താഴത്ത് പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കോർണിഷ്, നുയമിയ ഇൻസൈഡ് തന്നെ പോകാം. അതേ സമയത്ത് ഷാർജ, നുയമിയ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ഇറങ്ങുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഡയറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഷാർജ. ഇൻഡിക്കേറ്റർ ഇട്ടു. ഇവിടെ രണ്ട് ട്രാക്കായിട്ട് മാറുന്നുണ്ടല്ലേ? ഇവിടെ വരുന്ന ആൾക്കാർ മാപ്പ് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ എന്താവും? അവിടെ ദുബായിൻ്റെ ബോർഡ് തന്നെ അങ്ങോട്ട് എടുക്കാൻ തോന്നും. കണ്ടില്ലേ? അത് മുന്നേ എന്ത് ചെയ്യുക? അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഷാർജ, നുയമിയ. പിന്നെ ഷാർജ കഴിഞ്ഞാൽ ദുബായ് ആണ്. ഇതാണ് അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് മെയിനായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു റോഡ്. പുതിയ ഡേ ടു ഡേ ഒക്കെ വന്നിട്ടില്ല ആ റോഡ്. ഇവിടുത്തെ പിന്നെ ഡയറക്റ്റ്